ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ കാലൻ ചെമ്മീൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ്. നമുക്കിന്ന് രാവിലെ കുറച്ച് കാലൻ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. കായലിലെ ചെമ്മീനാണ് കാലൻ ചെമ്മീൻ. അതൊന്ന് കാണിച്ചു. നമ്മൾ വൈക്കം മാർക്കറ്റിൽ പോയി മേടിച്ചാണ്. വൈക്കം മാർക്കറ്റിന്റെ വീഡിയോസ് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിന്റെ കൂടെ, ഇതിനകത്ത് തന്നെ. അപ്പം വലിയൊരു മാർക്കറ്റാണ്, വെളുപ്പിനെ പോയി മേടിച്ചതാണ്. അപ്പം ഇതാണ് കാലൻ ചെമ്മീൻ. നമ്മുടെ കായലിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ്. കായലിന്റെ നീട്ടം കണ്ട, സാധാ ചെമ്മീനല്ല. എല്ലാവരും ഇങ്ങനെ തന്നെയാണോ ഇതിന് പേര് പറയുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ കോട്ടയം കുമരകത്ത് ഇതാണ് പറയുന്നത്, കാലൻ ചെമ്മീൻ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് കഴുകണം. ഇതിനകത്ത് പായലോ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത്, അതുകൊണ്ട് നല്ല പായലും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം അത് കഴുകിയിട്ടാണ് നമ്മൾ പിന്നെ ക്ലീനിങ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ ചെമ്മീൻ എല്ലാവരും കാലൻ ചെമ്മീൻ തന്നെയാണോ പറയുന്നതെന്ന് അറിയത്തില്ല. ഇത് കായലിലും അതുപോലെ തന്നെ നമ്മുടെ ആറ്റിലൊക്കെ വീശാൻ നേരത്തൊക്കെ തീറ്റിയിട്ട് നമ്മൾ വീശി പിടിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പിടിക്കുന്ന ചെമ്മീനാണിത്. കടലിൽ കിട്ടുന്നത് വേറെയാണ് കേട്ടോ. നമുക്ക് കിട്ടിയ ചെമ്മീൻ്റെ സൈസ് ഈ ഒരു സൈസ്, ഇതിലും കുറച്ചും കൂടെ ഒക്കെ വലുതാവും. ഇതിലും അത്യാവശ്യം കുറേ കൂടെയൊക്കെ വലുതാകുന്നതാണ് ഈ ചെമ്മീൻ. ഇപ്പം നമുക്ക് കിട്ടിയത് ഈ ഒരു സൈസ് മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മളൊരു ചെമ്മീൻ എടുത്തിട്ട് അതിൻ്റെ കാലും പിന്നെ തല ഇത്രയും വെച്ച് വെട്ടിക്കളയണം. അന്നേരം ഒരു ബ്ലാക്ക് സാധനം വരും, അതും കൂടെ വെട്ടിക്കളയണം. പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇത് എല്ലാത്തിൻ്റെയും ഇങ്ങനെ ചെയ്യും. ഈ തലയും വാലും കളഞ്ഞിട്ട് ലാസ്റ്റാണ് ഒരുമിച്ചാണ് ഇത് പൊളിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് വേണേൽ പൊളിച്ച് കാണിക്കാം. ഇങ്ങനെ പൊളിച്ചെടുക്കാം നമുക്ക്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതുപോലെ ചെയ്യാം. നല്ല പച്ച ചെമ്മീനായതുകൊണ്ട് ഭയങ്കര പാടാണ് ഇതിൻ്റെ പൊളിഞ്ഞു പോരാനായിട്ട്. ഇങ്ങനെ നമുക്ക് പൊളിച്ചെടുക്കാം. ഞാനിങ്ങനെ ചെയ്ത് തലയും വാലും മാത്രം കളഞ്ഞ് ഇടും. എന്നിട്ട് ലാസ്റ്റ് ഒരുമിച്ച് പൊളിച്ചെടുക്കുക ചെയ്യുന്നത്. ഈ കാലൻ ചെമ്മീന് നമ്മൾ ആറ്റരികയില് കല്ലൊക്കെ കെട്ടിട്ടുണ്ടാവുമല്ലോ, കൽക്കെട്ടുകൾ. അപ്പം അതിൻ്റെ ഇടയിലൊക്കെയാണ് കയറി ഇരിക്കാറ് രാത്രി സമയങ്ങളിലൊക്കെ. അപ്പം നമ്മൾ ടോർച്ചുമായിട്ട് പോയിട്ട് കമ്പി കൊണ്ടൊക്കെ പോയി കുത്തി പിടിക്കാറുണ്ടായിരുന്നു. പക്ഷെ അത് കുറേ കൂടെയൊക്കെ വലുതാവും നമുക്കിത്. ഇത് നല്ല വലിയ കാലൊക്കെ ആവും കേട്ടോ. കാലിന് ഭയങ്കര നീട്ടം, ദേഹത്തിന് അത്ര ശരീരവും കാണാത്തൊരു ചെമ്മീനാണിത്. നമ്മുടെ കൊഞ്ച് പോലല്ല, കൊഞ്ചിനേക്കാളും ചെറുതാണ് സാധനം. കൊഞ്ച് ഒത്തിരി വലുതാവും. ഇത് പക്ഷെ ഈ ഒരു സൈസിനേക്കാളും കുറേ കൂടെയൊക്കെ വലുതാവും. പക്ഷെ കാല് ഇതിലും ഒക്കെ നീട്ടം വെക്കും. അതുപോലെ ഇതിലും ചെറിയ ചെമ്മീനുണ്ട്. ഈ കാണുന്നതിനേക്കാളൊക്കെ കുറെ ഇതുപോലത്തെ ചെറിയ ചെമ്മീനാണെങ്കിൽ നമുക്ക് അതിന്റെ തലയും വാലും മാത്രം ജസ്റ്റ് കളഞ്ഞ് ഇട്ടാൽ മതി. പിന്നെ രാത്രി ഇതിന്റെ കണ്ണ് തിളങ്ങത്തില്ലേ? രാത്രി നമ്മൾ ഈ പിടിക്കാൻ പോകാൻ നേരത്ത് ബൾബ് പോലെ തിളങ്ങും ഇതിന്റെ കണ്ണുകൾ. അപ്പൊ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ടോർച്ച് അടിച്ച് അടിയിലോട്ട് നോക്കുമ്പോൾ തന്നെ ഇതിന്റെ ഈ കണ്ണുകളൊക്കെ ബ്രൈറ്റ് ആയിട്ട് നല്ല ബൾബ് പോലെ കത്തി വയ്ക്കും. കൊഞ്ചിന്റെ ആയാലും ചെമ്മീന്റെ ആയാലും നമുക്ക് പെട്ടെന്ന് കാണാനും പിടിക്കാനും പറ്റും. ഈ പാത്രത്തിനകത്ത് നിറച്ച് ഏകദേശം ഉണ്ടായിരുന്നു മേടിച്ചപ്പം. ഇപ്പം നമ്മൾ തോട് കളയാതെ ഇങ്ങോട്ട് ഇട്ടിട്ട് ഇപ്പം ഇത്രമായി. നമ്മുടെ വേസ്റ്റ് നോക്ക്, ഇഷ്ടം പോലെ വേസ്റ്റാണ് ചെമ്മീന് വരുന്നത്. നമ്മൾ ഈ തോടും കൂടെ കളഞ്ഞു കഴിയാൻ നേരത്ത് തീരെ കുറച്ചേ കാണുള്ളൂ. ഇത് മുട്ടയുള്ള ചെമ്മീനാണ് കേട്ടോ. ഉണ്ടോ, ഇവിടെയാണ് ഇതിന്റെ മുട്ട വരുന്നത്.
എടുത്തതിന് മിക്കതിനും മുട്ട ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് എടുക്കത്തില്ല. ഇതുണ്ടോ? അത് പൊളിച്ചു കളയുമ്പോ കൂടെ കളയും. കത്തി വെച്ച് മുറിക്കാം കേട്ടോ. ഇതിന്റെ കാലിങ്ങനെ വെട്ടിയിട്ട് തല ഇങ്ങനെ വെട്ടിയിട്ട്. എനിക്ക് കത്രിക എളുപ്പമായതുകൊണ്ട് ഞാൻ ചിലർക്ക് കത്രിക ആയിരിക്കും എളുപ്പം, ചിലർക്ക് കത്തിയായിരിക്കും. ഇനി കത്രിക ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ കത്തി കൊണ്ടാണേലും വെട്ടിയാൽ മതി. ഇതുണ്ടോ അതിന്റെ മുട്ട ഇരിക്കുന്നത്? എല്ലാത്തിനകത്തും ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ. കണ്ടോ ഈ കത്തതിന് താഴെ ഇരിക്കുന്നതാ. കണ്ടോ ഇതിന്റെ അഴുക്കാണ് ഈ ബ്ലാക്ക് ആയിട്ട് വരുന്നത് ചെമ്മീന്റെ. അതുപോലെ വേറൊരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു ഇതുമുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കളയണേ കളയാം. ഞാനത് എടുക്കാറില്ല. വെട്ടി ഏകദേശം തീരാറായി കേട്ടോ. കുറച്ച് ചെമ്മീനും 3-4 ചെമ്മീനും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീന്റെ കാലും തലയും വെട്ടി കഴിയും. പിന്നെ ബാക്കി എല്ലാത്തിനും തോട് പൊളിക്കാനുണ്ട്. തോട് പൊളിക്കുന്നതിന് മുമ്പ് ഞാൻ 1-2 പ്രാവശ്യം കഴുകും കേട്ടോ. അത് കഴിഞ്ഞിട്ടാ പിന്നെ ഞാൻ തോട് പൊളിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇവിടുത്തെ മരത്തേല് അത്യാവശ്യം റംബൂട്ടാനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം പഴുത്ത് വരുന്നേ ഉള്ളൂ, എന്നാലും ഇപ്പൊ വേണമെങ്കിൽ കഴിക്കാം. ആ ഒരു പാകം ആയിട്ടുണ്ട്. തലയും വാലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. തലയും വാലല്ല, തലയും ഇതിന്റെ കാലുകളും. ഇനിയിപ്പോ നമ്മള് 1-2 തവണ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകാൻ പോവാം. ഇനി ഞാൻ ഈ വെള്ളത്തിലിട്ടിട്ട് തന്നെയാണ് ഇതിന്റെ ബാക്കി ഷെല്ല് പൊളിച്ചെടുക്കുന്നത്. എന്നിട്ട് പിന്നെ ഷെല്ല് പൊളിച്ചിട്ട് പിന്നെ ഒന്നുകൂടെ കഴുകിയെടുക്കുകയോ ചെയ്യുന്നത്. ചിലവർ പറയും ഷെല്ല് പൊളിച്ച് കഴിഞ്ഞ് പിന്നെ കഴുകരുതെന്ന്. ഞാൻ പക്ഷെ ഒന്നുകൂടെ കഴുകിയൊക്കെ എടുക്കുന്നത്. കണ്ടോ ഈ കുറച്ച് ഷെല്ല് ഇവിടെ ഒന്ന് പൊളിച്ച് കഴിഞ്ഞിട്ട് വാലിൽ ഞെക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വരും തൊലി പൊളിഞ്ഞിട്ട്. അടുത്ത ഇല പറിച്ച് ഷെല്ലും കൂടെ ഇടാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് വാലിൻ്റെ അവിടെ ഒന്ന് കൊടുക്കാൻ മതി. ആദ്യത്തെ 1-2 ഷെല്ല് ഇങ്ങനെ പൊളിച്ചെടുക്കണം. പൊളിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ വാലിൻ്റെ ഇവിടെ നിൽക്കുമ്പോൾ പറഞ്ഞു പോരും മൊത്തം. അപ്പൊ അതിന്റെ ഈ കാലും എല്ലാം ഒരുമിച്ച് കളയണം. ചില തൊലിയൊക്കെ ഇതിന്റെ തോടൊക്കെ ഇങ്ങനെ കളയുമ്പോൾ ഷെല്ലൊക്കെ കളയുമ്പോൾ ഞെക്കുമ്പോൾ ചിലതിന് അത് ദശയോടെ പറഞ്ഞു തരും. അപ്പൊ നമ്മൾ സൂക്ഷിച്ച് ഞെക്കിയെടുക്കണം. പിന്നെ ചെമ്മീനൊന്നും ചിലർക്ക് അധികം കഴിച്ചു കഴിഞ്ഞാൽ വയറിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതെ, അലർജിയൊക്കെ വരാനുള്ള ഉള്ളവരൊക്കെ ഉണ്ട് ചെമ്മീൻ കഴിക്കുന്നത്. ഈ ഷെല്ല്, കൂടുതലും ഷെല്ലുള്ള മീനുകളും ഒക്കെ കഴിക്കുന്നത്. ഈ ഞണ്ട്, ചെമ്മീൻ, കക്കായൊക്കെ ചിലർക്ക് വയറിന് പിടിക്കാതെ വരും. ഈ ചെമ്മീനല്ലേ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് ചെറിയ ചൂടിൽ ഒഴിക്കുമ്പോൾ ചെമ്മീൻ്റെ തോട് പെട്ടെന്ന് പൊളിഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒത്തിരി ചൂട് ഒഴിക്കരുത്, ചെറിയ ചൂടിൽ ഒഴിക്കണം, അല്ലെങ്കിൽ അത് വെന്ത് പോകും.
ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ തലയുടെ മേളിൽ നിന്ന് ഇങ്ങനെ കീറുമ്പോൾ ഒരു ഞരമ്പ് ഒരു കിട്ടും നമുക്ക്. ഇത് കണ്ടോ ഈ ഞരമ്പ്? അത് ചിലരെടുത്ത് കളയുന്ന കാണാം, നമ്മളും കളയാറുണ്ട്. ചിലരത് അതേപടി വെക്കും കേട്ടോ. ചിലർ പറയും അതിരുന്നാലും വയറിന് സുഖമില്ലാതെ വരും എന്ന് പറയും. ഇതുണ്ടോ ഇങ്ങനെ കീറുമ്പോൾ ഈ ഞരമ്പ് അത് കഴിച്ചാലും ചിലപ്പോൾ കുഴപ്പമൊന്നും കാണില്ല. നമ്മള് വീട്ടിലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തൊക്കെ ചെയ്യും. പക്ഷെ നമ്മള് പുറത്തുനിന്ന് കഴിക്കാൻ നേരത്തൊന്നും ഇതുപോലൊന്നും ആരും ക്ലീൻ ചെയ്യുന്നില്ല. ഇതുണ്ടോ ആണോ? ഉണ്ടോ ഇതാ ഞരമ്പുകള്. ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. കളയണമെങ്കിൽ കളയാം. ഞങ്ങൾ കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. ചെറിയൊരു നൂല് പോലെ കിടക്കും. ഈ മഴ പെയ്യും കേട്ടോ. പെയ്യട്ടെ, മഴ പെയ്യാനുള്ള വലുത് നോക്കി ചെയ്യണ്ട, ചെറുത് നോക്കി ചെയ്താൽ മതി. തെരഞ്ഞു പിടിച്ച് ചെയ്യുന്നു. വലുത് ചെയ്യാനായിട്ട് ഇച്ചിരി എളുപ്പമുള്ള സ്ഥിതിക്ക് അതല്ലേ എനിക്ക് അനുയോജ്യം. കുറെ നേരം ഞാൻ കാണുന്നു തെരയാന്ന്. ഇതുപോലെ നമ്മള് കൊഞ്ചിന്റെ വീഡിയോ നമ്മൾ ചെയ്ത് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ കൊഞ്ച് ക്ലീനിങ്ങിന്റെയും കൊഞ്ച് ഫ്രൈയുടെയും ഒക്കെ ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ ചാനലില്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടേക്കണേ. ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് വേറെ എന്തെങ്കിലും എളുപ്പ വഴി ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. ഇല്ല, ചിലപ്പോ ഇതിനകത്തൊക്കെ നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാണുമായിരിക്കും. അപ്പൊ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണം. അവിടം വരെ പോയതല്ലേ എന്നോർത്ത് 2-3 ടൈപ്പ് മീൻ കുറച്ച് മേടിച്ചു. നമ്മളിവിടെ 2 പേര് കൊച്ചു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അധികം മേടിച്ചു വെച്ചാലും ചീത്തയായി പോകും. അല്ലെങ്കിൽ കുറെ ദിവസം ഫ്രിഡ്ജിൽ വെക്കണം. പൊളിച്ചു വരുമ്പോ അതേ ഒട്ടും ഇല്ല സാധനം. അത് ഞാൻ അവസാനം കാണിക്കാം, എന്തോരം വേസ്റ്റ് ഉണ്ടെന്നും എന്തോരം നമുക്ക് ചെമ്മീൻ വെക്കാനും മാത്രം കിട്ടിയെന്നും എല്ലാം കാണിക്കാം. ഇതാണ് ഒരു മല പോലെ കൂമ്പാരം ഉണ്ട് നമ്മുടെ ചെമ്മീന്റെ വേസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അതായത് ക്ലീൻ ചെയ്ത് കഴിയാൻ നേരത്ത് ചെമ്മീന്റെ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൊട്ടപ്പടി സാധനം കാണും. അതുപോലെ നമുക്ക് കിട്ടിയ ചെമ്മീൻ നോക്കിക്കേ, ആകപ്പാടെ ഇതുണ്ട് 2-3 പിടി ചെമ്മീനാണ് നമുക്ക് ആകെ ഉള്ളത്. ഈ കളറ് കണ്ടോ, ഈ വെള്ളത്തിന്റെ കളർ കറക്റ്റ് വൈറ്റ് കളർ ആവുന്നിടം വരെ ഞാൻ കഴുകിയെടുക്കുന്നു കേട്ടോ. ഇത് കഴുകരുതെന്ന് എല്ലാവരും പറയുന്നത്, പക്ഷെ എനിക്ക് എന്തോ ഇഷ്ടമല്ല. ഇതിന്റെ കളറ് എന്തോ കളർ, ഈ കളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് നന്നായിട്ട് കഴുകി നല്ല വൈറ്റ് കളർ ആവുന്നിടം വരെ കഴുകിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല മഴക്കാറ് വരുന്നുണ്ട്, ഇപ്പൊ തന്നെ മഴ പെയ്യും. നമ്മളിപ്പോൾ ഏകദേശം കഴുകി തീരാറായിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ കഴുകി കഴിയുമ്പോൾ ഏകദേശം നല്ലപോലെ ക്ലീൻ ആയി കിട്ടും നമുക്ക്. അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. ചെമ്മീൻ അത്ര വലിയ മണമുള്ള മീനൊന്നുമില്ല അല്ലേ? ഉളുമ്പുമണമുള്ള മീൻ. ഉളുമ്പുമണമൊന്നുമില്ല. അപ്പൊ നമ്മളുടെ ചെമ്മീൻ ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.